ഈ വീഡിയോ പത്തനംതിട്ടയുള്ള ആരെങ്കിലും കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പറ. ഞാൻ ഇപ്പോൾ ഉള്ള തിരുവല്ലയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത് അനുഭവിക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെയുള്ള ക്ലബ് സെവനിലെ ഫോസ്ഫറസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്യണതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ് പത്തനംതിട്ടയിൽ അങ്ങനെയാണ്, മറ്റേ അവിടെ ഇങ്ങനെയാണ്, നല്ല ഫുഡ് കിട്ടൂല എന്നൊക്കെ കുറെ പറഞ്ഞതാണ്. ഞാൻ അത് കാര്യമാക്കാതെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി ഓക്കെ ഈ ഷോപ്പ് കൊള്ളാം എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഓർഡർ ഇട്ടത്. എനിക്ക് സാധനം വന്നപ്പം അതിൽ ബീഫ് വെന്തിട്ടില്ല. ഇട്ടിരിക്കുന്ന ബീഫ് അത് ബീഫ് ബിരിയാണി അല്ല. എനിക്ക് തോന്നണം മിക്കവാറും അവരെ അവിടെ ബീഫ് ബിരിയാണി തീർന്നു കാണും. ഒരു ഓർഡർ വരികയും ചെയ്തു. ഇപ്പൊ എന്തെങ്കിലും തള്ളി കൊടുക്കണമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണം മിച്ചം വന്ന കുറച്ച് ബീഫ് പെരട്ടിനെ എടുത്ത് റൈസിനോട് മിക്സ് ചെയ്ത് എന്നാ തള്ളിക്കോ എന്ന് പറഞ്ഞ് കയറ്റി വിട്ടതായിരിക്കും. കാരണം വെന്തിട്ടില്ല. അത് ഒരുമാതിരി അടി പിടിച്ചിട്ട് കരിഞ്ഞ ഒരു സ്മെല്ലും ചെവയും. മനുഷ്യൻ നിവർത്തികളുണ്ട്. ലാസ്റ്റ് കഴിക്കേണ്ടി വന്നു. ഇപ്പൊ 2 നേരം ഞാൻ ബാത്റൂമിനകത്ത്. ഇപ്പൊ കുറച്ച് പേര് തള്ളിക്കൊണ്ടുവരും. നിങ്ങളവിടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ആണ്. ഞാൻ മറ്റേ അയ്യോ തിരുവനന്തപുരത്തെ ഫുഡാണ് ഫുഡ് എന്ന് ഞാൻ ഒരിടത്തും പറയാനില്ല. അവിടുത്തെ ബിരിയാണി ഞാനും കുറ്റം പറയാറുണ്ട്. പക്ഷെ എന്നാൽ അത് കഴിക്കണതിൽ ഒരു പ്രശ്നമില്ല. തിരുവനന്തപുരത്തുള്ളതിനെക്കാട്ടി മോശമാണ് ഞാൻ ഇന്ന് കഴിച്ച ബിരിയാണി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടേണ്ടി വന്നത്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ഫുഡിനെ പോലും കുറ്റം പറയാത്ത ഒരാളാണ്. എന്നെ കൊണ്ട് എന്നെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഉടനെ തന്നെ ഈ വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നത്. ഇത് ആർക്കെങ്കിലും ഇപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അത് അവിടെ വെച്ചോണ്ടിരുന്നാൽ മതി. അല്ല ഇപ്പൊ ഞാൻ എന്തെന്ന് പറയാൻ